നമസ്കാരം. നഗര ഗ്രാമീണ മേഖല ഉൾക്കൊള്ളുന്ന കോഴിക്കോട് ജില്ലയുടെ രാഷ്ട്രീയ സ്പന്ദനം അടുത്തറിയുകയാണ് ഇന്ന് പാടക്കളം. പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾക്കൊപ്പം തന്നെ വികസന വിഷയങ്ങൾ, പ്രാദേശിക രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ്. ഏതായാലും കോഴിക്കോടിൻ്റെ പ്രതീക്ഷകൾ എങ്ങനെയാണ്, ആവശ്യങ്ങൾ എങ്ങനെയാണ് എന്നതൊക്കെ അടുത്തറിയാം. ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിക്കുന്നത് DCC പ്രസിഡന്റ് ശ്രീ KC അബു, CPIM നേതാവും DYFI കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ശ്രീ മുഹമ്മദ് റിയാസ്, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് TP സുരേഷ് എന്നിവരാണ്. ഏതായാലും ആദ്യം വിവിധ മുന്നണികൾക്കുള്ള പ്രതീക്ഷകളിലേക്ക് തന്നെ പോകാം. കോഴിക്കോട് ജില്ലയിൽ UDFന് 3 MLA-മാരും LDFന് ഇപ്പോൾ 10 MLA-മാരുമാണുള്ളത്. പക്ഷേ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 9 സീറ്റുകൾ അനായാസം നേടുവാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം പണ്ട് കോഴിക്കോട് ജില്ലയിൽ 12 അസംബ്ലി സെഗ്മെൻ്റുള്ള സമയത്ത് എൻ്റെ പാർട്ടിയായ കോൺഗ്രസ്സിന് തന്നെ 6 MLA-മാരുണ്ടായിരുന്നു. ബേപ്പൂരിൽ മൊയ്തീൻ, ബാലുശ്ശേരിയിൽ ഷൺമുഖദാസ്, തിരുവമ്പാടിയിൽ സിറിയക്ക്, കൊയിലാണ്ടിയിൽ നാരായണൻ നായർ, പേരാമ്പ്രയിൽ ഡോക്ടർ അടിയോടി, കോഴിക്കോട് PV ശങ്കരനാരായണൻ. അപ്പോൾ 1/2 ഡസൻ MLA-മാർ അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ 13 കോൺഷ്യൻസി ഉണ്ട്, 9 ഇടത്ത് ഞങ്ങൾ ജയിക്കും. ഇത് ഞാൻ വെറുതെ അങ്ങ് പറയുന്നൊരു കണക്കല്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ 9 ഇടത്ത് വ്യക്തമായ ലീഡ് നേടുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് മുൻപത്തെ പാർലമെൻറ്റ് ഇലക്ഷനിലെ കണക്ക് വെച്ചാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾക്ക് 11 ഇടത്ത് ഭൂരിപക്ഷമുണ്ടായിരുന്നു. പിന്നീട് കേരളത്തിലെ ഇന്നത്തെ ഭരണം 5 വർഷം കൊണ്ട്, 1/2 പതിറ്റാണ്ട് കൊണ്ട് 50 വർഷത്തെ വികസനം കേരളത്തിൽ പൂർത്തീകരിക്കുവാൻ, നടപ്പിലാക്കുവാൻ UDF ഗവൺമെൻറ്റിന് സാധിച്ചിരിക്കുന്നു. അല്ല, ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷയും DCC പ്രസിഡന്റ് ശ്രീ KC അബു സാഹിബ് പറഞ്ഞ ഭരണത്തിൻ്റെ ഇടപെടൽ തന്നെയാണ്. UDF ഭരണത്തിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഇദ്ദേഹം ഇവിടെ പറഞ്ഞ അഭിമാനത്തോടു കൂടി കാണുന്ന സർക്കാരിൻ്റെ ഭരണം തന്നെയാണ് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും. ഇത്തവണ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാനുള്ള ശ്രമത്തിലാണ്. കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് അക്കൗണ്ട് തുറക്കാനുള്ള ശ്രമത്തിലാണ്. അദ്ദേഹം പഴയൊരു കണക്ക് പറഞ്ഞു. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഒരു MLA ഈ ജില്ലയിൽ വിജയിച്ചിട്ട് 15 കൊല്ലമായി. 2001 വിജയിച്ചത്. 2006 കോൺഗ്രസ്സിന് ഒരു MLA പോലുമില്ല. അത് പോട്ടെ, ഇടത് തരംഗമാണെന്ന് കരുതാം. 2011 കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. കോഴിക്കോട് കോൺഗ്രസ് ഡക്കൗട്ടായിരുന്നു, ഒറ്റ MLA ഇല്ല. 2016 കോൺഗ്രസിൻ്റെ ഡക്കൗട്ടിൻ്റെ ഹാട്രിക് വർഷമായി. ഈ 2016 തെരഞ്ഞെടുപ്പ് മാറും. കോൺഗ്രസ് പാർട്ടി കോഴിക്കോട് ജില്ലയിൽ ഒരു MLA-യെ സംഭാവന ചെയ്യാൻ വേണ്ടി സാധിക്കാത്ത പാർട്ടിയാണ്. BJPക്ക് കേരളത്തിൽ ഒരു MLA-ക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം ഓടുന്നത് പോലെ കോഴിക്കോട് ജില്ലയിൽ ഒരു MLA-ക്ക് വേണ്ടി കോൺഗ്രസ് നെട്ടോട്ടം ഓടുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണത്തെക്കുറിച്ച് തന്നെ വിലയിരുത്തപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. എട്ടുകാലി മമ്മൂഞ്ഞായി ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തെ പല വികസന പ്രവർത്തനങ്ങളുടെയും പിതൃത്വം ഏറ്റെടുത്ത് ഇവിടെ പറഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കാൻ പ്രബുദ്ധരാണ് ജനങ്ങൾ എന്നുള്ളത് കൊണ്ട് ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. കണ്ണൂർ വിമാനത്താവളമായിക്കോട്ടെ, വിഴിഞ്ഞം പദ്ധതി ആയിക്കോട്ടെ, ഒക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ കാലത്തുള്ള ഇടപെടൽ, ഇവർ ഉദ്ഘാടനം ചെയ്യാൻ ഫങ്ഷനിങ് ആകാതെ, അതിൻ്റെ പ്രാഥമിക ഫങ്ഷനിങ് പോലും ആകാതെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നല്ല തൊലിക്കട്ടിയുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിയുള്ള ഗവൺമെൻറ്റാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് 2016 തെരഞ്ഞെടുപ്പ്. ഈ 2016 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ, അതിൻ്റെ ഗുണഫലങ്ങൾ കേരളത്തിലെ ജനങ്ങളും അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ പറയട്ടെ, എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ സ്വഭാവമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി 2004 മുതൽ 2014 വരെ ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലിരുന്ന മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് അധികാരത്തിലിരുന്ന സമയത്ത്
ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടിയും പിന്നീട് നടന്നിട്ടുള്ള 5.5 വർഷക്കാലം 6 വർഷക്കാലം സ്വന്തമായിട്ടും അവരുടെ ഭരണം വന്നു. ആ സമയത്തൊന്നും ഈ കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കുന്നതിനോ അതിനു വേണ്ടുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനോ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോ കേന്ദ്രത്തിലെ UPA ഗവൺമെൻറ്റിനോ സാധിച്ചിട്ടില്ല. ആ പദ്ധതി കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ആ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കേന്ദ്രത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെൻറ്റാണ്. അങ്ങനെ അതേപോലെ തന്നെ ഈ രാജ്യത്തെ റോഡുകളുടെ നിർമ്മാണത്തിന് വേണ്ടി 35,000-ഓളം കോടി രൂപ നമ്മളെ ഈ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ നൽകാൻ വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. അത് പക്ഷേ അതിന് വേണ്ടത്ര ഒരു സംവിധാനം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് പരാജയപ്പെട്ടിരുന്നു. ആ സാഹചര്യത്തിന് കാരണം എന്താ? ഇവിടുത്തെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മെത്രാൻ കായൽ പതിച്ചു കൊടുക്കുന്നതിനും സന്തോഷ് മാധവന് ഭൂമി പതിച്ചു കൊടുക്കുന്നതിനും അതേപോലെ തന്നെ സരിതയെ സംരക്ഷിക്കുന്നതിനും ഒക്കെയാണ് ഈ ഗവൺമെൻറ്റിന് താല്പര്യം. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഇടയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര മോശമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല. പിന്നെ കോൺഗ്രസിന് BJPയുടെ വോട്ട് മറച്ചു വെക്കുക അല്ലെങ്കിൽ BJP കോൺഗ്രസിൽ നിന്ന് വോട്ട് വാങ്ങുക എന്നൊന്നും ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമില്ല. കോൺഗ്രസിനെ ഇന്ത്യ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുഹമ്മദ് റിയാസിൻ്റെ പാർട്ടി പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് അധികാരം എങ്ങനെ പിടിച്ചെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചും ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ശ്രീ KC അബു, ഒരുപക്ഷെ കോഴിക്കോട്ടെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായ വിഷയങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും പൊതുവിൽ കോൺഗ്രസിനുള്ളിലും UDF-നുള്ളിലും വലിയ തർക്കങ്ങൾ പ്രത്യക്ഷത്തിൽ വാർത്തയാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇത്തരം സാഹചര്യങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിനെ ബാധിക്കാതെ മറികടക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് കോൺഗ്രസിനുണ്ടോ അല്ലെങ്കിൽ UDF-നുണ്ടോ? കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൊള്ളാവുന്നവരെ ഓരോ നിയോജക മണ്ഡലത്തിനും ഏറ്റവും അനുയോജ്യരായ ആളുകളെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളായി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലെ കാൻഡിഡേറ്റ്സിനെ നിങ്ങൾ നോക്കൂ. ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികളിൽ ചെറുപ്പക്കാർക്ക് വേണ്ടത്ര പരിഗണന കൊടുത്തിട്ടുണ്ട്. മുഹമ്മദ് റിയാസിൻ്റെ പാർട്ടിക്ക് 75-80 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് മാത്രമേ സീറ്റ് കൊടുത്തിട്ടുള്ളൂ. മുഹമ്മദ് റിയാസിനെ പോലുള്ള നല്ല കൊള്ളാവുന്ന മിടുക്കന്മാർ കഴിഞ്ഞ പാർലമെൻറ്റിലൊക്കെ മത്സരിച്ച് ചെറിയ വ്യത്യാസത്തിന്, ഒരു നേരിയ വ്യത്യാസത്തിന് 200-250 വോട്ട്, ഒരു പാർലമെൻറ്റ് ഇലക്ഷനിൽ 250 വോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വോട്ടാണ്. ഒരു ചെറിയ വ്യത്യാസത്തിന് എന്തുകൊണ്ടോ പരാജയപ്പെട്ടു പോയ മുഹമ്മദ് റിയാസിനെ പോലെയുള്ള മെഹബൂബിനെ പോലെയുള്ള മിടുക്കന്മാരുണ്ടായിട്ട് വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കേണ്ട ആളുകളെ ഇവർ അസംബ്ലിയിലേക്ക് നിർത്തിയിരിക്കുക. ഞങ്ങളെ കാൻഡിഡേറ്റ്സ് നോക്കൂ. ചെറുപ്പക്കാരായ ആദം മുൻഷിയുണ്ട്, അതുപോലെ സിദ്ദീഖുണ്ട്, അതുപോലെ പ്രവീണുണ്ട്. ഇവിടെ ഇപ്പോൾ ബേപ്പൂരിൽ തന്നെ മത്സരിക്കുന്നത് ചെറുപ്പക്കാരനായ ഞങ്ങളുടെ ആദം മുൻഷി, വളരെ പ്രായമായ VKC. മുഹമ്മദ് റിയാസിൻ്റെ മനസ്സ് പോലും ആദം മുൻഷിക്ക് അനുകൂലമാണ്. പക്ഷെ ഞാൻ ചോദിച്ചത് ഈ പരസ്പരം ഉണ്ടായിരുന്നത്, അത് ഒരു സീറ്റിന് വേണ്ടി തന്നെ 4-5 പേർ സുധീരനെ കാണുന്നു, പല മീറ്റിങ്ങുകൾ നടത്തുന്നു, അത്തരം വിഷയങ്ങളൊക്കെ പല ഘട്ടത്തിലും കോൺഗ്രസിന് തലവേദനയായിട്ടുണ്ട്. ഒരു സീറ്റിൽ മത്സരിക്കാൻ ഒരു ജുമയെ നിസ്കരിക്കാൻ മാത്രമുള്ള ആളുകളുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ഞങ്ങളുടെ പാർട്ടിക്ക് സ്ഥാനാർത്ഥികൾക്കൊന്നും ഒരു ക്ഷാമമില്ല. പക്ഷെ അതിൽ മിടുക്കന്മാരെ ഒരാളെ ഞങ്ങൾ നിർത്തും. അല്ലാതെ ഇപ്പോൾ തീരെ സ്ഥാനാർത്ഥി ഇല്ലാഞ്ഞിട്ട് കോൺഗ്രസ് ആരോട് മത്സരിക്കാൻ പറയാം. ഞാനൊന്നും വരെ ഓഫീസിൻ്റെ അടുത്തൂടെ പോകാറില്ല, പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയ ആളൊന്ന് പേടിച്ചിട്ട്. കാരണം മലപ്പുറം ജില്ലയിൽ സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ മത്സരിക്കാനില്ല. പണക്കാർക്ക് ഇവർ വിറ്റിരിക്കുക. അരിവാൾ ചുറ്റിക എന്ന് പറയുന്ന ആ ഒരു ചിഹ്നം ജനമനസ്സിൽ അത് അടിച്ചേൽപ്പിക്കുവാൻ, ജനങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കുവാൻ എത്രമാത്രം കാലം കമ്മ്യൂണിസ്റ്റുകാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ വരെ ചിഹ്നമില്ല, വിറ്റ് കളഞ്ഞ് വരും ചിഹ്നം മുഴുവൻ. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആളുകളെ കൊടുവള്ളിയിൽ നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായ ഒരു കാരാട്ട് റസാക്കിനെ ഇവർ സ്ഥാനാർത്ഥിയാക്കി. പക്ഷെ മുഹമ്മദ് റിയാസൊക്കെ ആളോട് പറയും അത് നമ്മളെ പ്രകാശ് കാരാട്ടിൻ്റെ അനുജനാണ്. അല്ലാതെ ഈ കാരാട്ട് റസാക്കിനെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കും. ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ KC അബുവിൻ്റെ ഈ ആക്ഷേപത്തിന് മറുപടി പറയുക. എന്തുകൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അങ്ങനെ ഒരു അപാകതയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം പറ്റിയിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വിങ്ങൽ എവിടെയെങ്കിലുമൊക്കെ പ്രകടിപ്പിക്കേണ്ടത്, അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഞാൻ ഒറ്റ സീറ്റിൻ്റെ കാര്യം പറയാം. കൊയിലാണ്ടി സീറ്റിൽ ഇവർ നിശ്ചയിച്ച സ്ഥാനാർത്ഥി, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിനെതിരെ ബഹുമാനപ്പെട്ട DCC പ്രസിഡൻറ്റിൻ്റെ മുറി മഹിളാ കോൺഗ്രസ്സുകാർ വളഞ്ഞു. ഒളിമ്പിക്സിൽ ഹൈ ജമ്പിൻ്റെ റെക്കോർഡ് പോലും മറികടന്നിട്ടാണ് ഇദ്ദേഹം ചാടി രക്ഷപ്പെട്ടത്. അത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചൊക്കെ ജില്ലയിലുള്ള എല്ലാവർക്കും അറിയാം, കാര്യങ്ങളറിയാം. ഇവിടെ വിഷയം വളരെ നമ്മൾ നിസ്സാരമായി കാണേണ്ട വിഷയമല്ല. കോൺഗ്രസ് ഒരു MLA ഉണ്ടാക്കാൻ വേണ്ടി BJPയുമായി ധാരണയിലാണ്. മുസ്ലിം ലീഗ് BJPയുമായി സംസാരിച്ചു എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല.
ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിന് മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാന കേന്ദ്രമായ ലീഗ് ഹൗസിൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം RSSൻ്റെ നേതാക്കന്മാർ വന്ന് നടത്തിയ ചർച്ച എന്തായിരുന്നു എന്നുള്ളതിന് ഇന്ന് വരെ കോഴിക്കോട്ട് സമൂഹത്തിന് മറുപടി കിട്ടിയിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഈ കോഴിക്കോടിൻ്റെ കേന്ദ്രമായ കോഴിക്കോട് കോർപ്പറേഷനിൽ 2010 BJPയുടെ കൗൺസിലർമാർ 0 കോൺഗ്രസിൻ്റെ MLAമാരെ പോലെ ഈ ജില്ലയിൽ. 2015 7 വർദ്ധിച്ചു. ആ 7 സ്ഥലത്തും കോൺഗ്രസിൻ്റെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കണം. ഇപ്പോൾ ഈ സ്ഥലം നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നോർത്ത് മണ്ഡലത്തിൽ സിവിൽ സ്റ്റേഷൻ, ചേവരമ്പലം, അതുപോലെ തന്നെ കാരപ്പറമ്പ് കോൺഗ്രസ് വിജയിച്ച 3 വാർഡുകളാണ്. ആ 3 വാർഡുകളിലും BJP കൗൺസിലർമാർ ജയിക്കുന്നു, കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോകുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ച സ്ഥലങ്ങളിൽ ഇദ്ദേഹം മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞു അവിടെ BJP ആണല്ലോ ജയിച്ചത്, അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനം 3 അവിടെയും. ഇത് മുസ്ലിം ലീഗിൻ്റെ പ്രമേയമായി വോട്ടെണ്ണിയ 2-ാം ദിവസം വരുന്നു. ആ പത്രക്കട്ടിങ് വേണം ഞാൻ ഹാജരാക്കാം. കോൺഗ്രസിൻ്റെ വോട്ട് ചോർന്നതാണോ മറച്ചതാണോ എന്ന് കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കണമെന്ന് മുസ്ലിം ലീഗ് പറയുന്നു. ആ മുസ്ലിം ലീഗാണ് ആ പ്രമേയത്തിന് മഷി ഉണങ്ങുന്നതിന് മുമ്പ് ഓഫീസിൽ വിളിച്ചു വരുത്തി RSSുമായി സൗത്ത് മണ്ഡലത്തിൽ ഒരു മന്ത്രിയെ ജയിപ്പിക്കാൻ ചർച്ച നടത്തുന്നു. ഇത് എൻ്റെ ആദ്യത്തെ അഭിപ്രായമല്ല, KG മാരാരുടെ അഭിപ്രായമുണ്ട്. ആത്മകഥയിൽ ശ്രീ രാമൻപിള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി ഇപ്പോൾ കുമ്മനത്തെ പോലെ, നേരത്തെ മുരളീധരനെ പോലെ, CK പത്മനാഭനെ പോലെ, ശ്രീധരൻപിള്ളയെ പോലെ, കൃഷ്ണദാസനെ പോലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ ശ്രീ രാമൻപിള്ളയുടെ ആത്മകഥയുടെ 208-ാം പേജ് ഒന്ന് വായിച്ചു നോക്കിയാൽ അതിൽ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നാളെ കുമ്മനവും ഇതുപോലെ ആത്മകഥ എഴുതില്ല എന്ന് എന്ത് ഗ്യാരണ്ടിയാണ് BJPക്ക് നൽകാനാകുക? കുമ്മനം രാജശേഖരൻ ആത്മകഥ എഴുതില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അയാളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. അപ്പോൾ അയാൾ പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും വന്നിട്ടുള്ള നിലപാടുകളെക്കുറിച്ചൊക്കെ ചിലപ്പോൾ അയാൾ പുസ്തകം എഴുതും. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയും കോൺഗ്രസും ലീഗുമായിട്ടും യാതൊരു ബന്ധവുമില്ല. മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ RSSൻ്റെ നേതാക്കന്മാർ പോയി എന്നാണ് എൻ്റെ സുഹൃത്ത് മുഹമ്മദ് റിയാസ് പറയുന്നത്. RSS അഖിലേന്ത്യാ വ്യാപകമായി നടത്തിയിട്ടുള്ള ഒരു സമ്പർക്കത്തിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ CPIMൻ്റെ ജില്ലാ സെക്രട്ടറി മോഹൻ മാഷെ കാണാൻ വേണ്ടിയിട്ട് സമയം ചോദിച്ചു. അദ്ദേഹം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. MP വീരേന്ദ്രകുമാറിനെ പോയി കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ താമരശ്ശേരി ബിഷപ്പിനെ പോയി കണ്ടിട്ടുണ്ട്. അതേപോലെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തുറകളിൽപ്പെട്ടിട്ടുള്ള പല ആളുകളെ MT വാസുദേവൻ നായർ പോലെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. എല്ലാ ആളുകളെയും പോയി കണ്ടിട്ടുണ്ട്. അതൊരു സമ്പർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ CPIMും DYFIയും ഒക്കെ നടക്കുന്ന പരിപാടികളിൽ ചില സമയത്ത് എൻ്റെ നാട്ടിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള DYFI പ്രവർത്തകന്മാർ ചില നോട്ടീസുകളുമായിട്ട് വരാറുണ്ട്. അത് CPMും BJPയും തമ്മിലുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല. അത് CPM നിശ്ചയിച്ച അല്ലെങ്കിൽ DYFI നിശ്ചയിച്ച ഇന്ന ആളുകളെ സമ്പർക്കം ചെയ്യണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ വരുന്നതായിരിക്കും. അതിനപ്പുറത്തേക്ക് അതിനെ രാഷ്ട്രീയമായിട്ട് കാണേണ്ടതോ രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളായിട്ടോ കാണേണ്ടതോ ആയിട്ടുള്ള ഒരു കാര്യവും ഇന്ന് നിലനിൽക്കും. ജനങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത് നമുക്ക് അവരുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. DCC പ്രസിഡന്റ് അബുസോബനോടാവനും കോഴിക്കോട് വളരെ കാലം മുമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് എന്നൊരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോട് 30 കോടി രൂപ സഹായത്തോടു കൂടി 2007 അതിന് സെൻറ്റർ ഓഫ് എക്സലൻസി പദവി കിട്ടിയപ്പോഴാണ് അതിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത്. ദയവ് ചെയ്ത് അന്ന് സാറും മുഖ്യമന്ത്രിയും ഇരിക്കുന്ന ആ വേദിയിൽ ഇവിടെ ഒരുപാട് തറക്കല്ലിട്ട് പോകുന്ന സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും ഇത് തറക്കല്ലിടാതെ കംപ്ലീറ്റ് ആ ബിൽഡിംഗ് മുഴുവൻ പ്രവർത്തനക്ഷമമാവുന്ന ആ കണ്ടീഷനിലുള്ള മുഴുവൻ പ്രവർത്തിയും കഴിഞ്ഞിട്ടില്ല. അവിടെ കേന്ദ്ര ഗവൺമെൻറ് 162ഓളം പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് അതിന് ശമ്പളം ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് സാർ ഈ കേരള ഗവൺമെൻറ് അവിടേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് നടത്തി ആ സ്ഥാപനത്തിനെ പ്രവർത്തനക്ഷമമാക്കാത്തത്? ഇവിടെ ഒരുപാട് തറക്കല്ലിടുന്ന അല്ലല്ലോ പ്രശ്നം. ആദിവാസികളടക്കം വയനാട്ടിലും മലപ്പുറത്തും കാസർഗോഡുമുള്ള ആദിവാസികളടക്കം ഇത്തരം മാനസിക രോഗികളും മനോവൈകല്യമുള്ളവരും ഉള്ള ഈ ഒരു രാജ്യത്ത് നിങ്ങൾ പറയുന്നു 11 മെഡിക്കൽ കോളേജ് ഞങ്ങൾ ഉണ്ടാക്കിയെന്ന്. ഈ മെഡിക്കൽ കോളേജിനെക്കാട്ടും പ്രധാനപ്പെട്ടതാണല്ലോ ഈ ഒരു സ്ഥാപനം. ഇതിന് പൈസ ചെലവില്ലല്ലോ, കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടല്ലോ. മാറിപ്പോയതാ, മെഡിക്കൽ കോളേജ് അല്ല, മെഡിക്കൽ കോളേജ് മാറിപ്പോയതാ. ഇവിടെ കല്യാണം കഴിച്ചിട്ട് കുട്ടികളുണ്ടാവാത്ത ഒരാൾ അടുത്ത വീട്ടുകാരന് കുട്ടികളുണ്ടാകുമ്പോൾ വിഷമം കാണിച്ചിട്ട് കാര്യമല്ല. അതുപോലെയാണ് മുഹമ്മദ് റിയാസ്. ഞങ്ങൾ 11 മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി, ഇവർക്കൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞങ്ങളെ ഗവൺമെന്റ് വന്നതിന് ശേഷം ധാരാളം പണം അവിടെ ചെലവഴിച്ചിട്ടുണ്ട്, പുതിയ ഫെസിലിറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കിയിരിക്കുക. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഏഷ്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജാണ്. അതിനെ ചെറുതാക്കി കാണരുത്. അവിടെ എല്ലാ ഹോസ്പിറ്റലിലും എന്തുമാത്രം സൗകര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായത്. കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ ചെന്നാൽ പഴയ അവസ്ഥയിലല്ലല്ലോ ഉള്ളത്. നിങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങളിൽ കേരളത്തിലെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം വാഗ്ദാനങ്ങൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ
ഇപ്പോൾ ഒരു ഇലക്ഷൻ്റെ മുഖത്ത് എന്തുകൊണ്ട് ചെയ്തില്ല? ഒരാഴ്ച മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾ എന്നോട് ഒരു ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഈ കാര്യം ഞാൻ മുഖ്യമന്ത്രിയെ കൊണ്ട് ജയിക്കുമായിരുന്നു. അല്ലാതെ ഇപ്പൊ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ച കാര്യം അവിടെ എത്ര കാശ് കൊടുത്തു, എത്ര പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, അവിടെ ഇപ്പൊ എത്ര ആൾ വർക്ക് ചെയ്യുന്നു, ഇതെനിക്കൊരു മുൻകൂട്ടി ഒരു ചോദ്യം തന്ന അതിന് ഉത്തരം പറയാനുള്ള തയ്യാറെടുപ്പോടുകൂടിയല്ല ഞാൻ വന്നത്. ജില്ലയിലെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരു വ്യക്തി എല്ലാം അറിയില്ല നമുക്ക്. ഇത് മാത്രമൊന്നല്ല, ഇതിനെക്കുറിച്ച് രണ്ടിലൊന്ന് പറയാൻ മാത്രം ഞാനത് സ്റ്റഡീഡ് അല്ല. പക്ഷെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന ഒരു ഗവൺമെന്റ് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് ഇനി അദ്ദേഹത്തിന് കൊടുത്തിട്ട് കാര്യമില്ല, ഭരണകക്ഷിയല്ല. ഞാൻ ഇവിടെ വരുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് വന്നാൽ ഒരു കുഴപ്പമില്ല, ഞാൻ ബന്ധപ്പെട്ട ആളോട് ചോദിച്ച്, അല്ലെങ്കിൽ സാറ് ഇരിക്കെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബന്ധപ്പെട്ടെന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ച്, ഫോൺ എടുത്താൽ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ഒരു മുഖ്യമന്ത്രി, എല്ലാവർക്കും ഏത് പാതിരാത്രിയും കാണാവുന്ന ഒരാള്, അല്ലാതെ എല്ലാറ്റിനും നോ പറയുന്ന, ഒക്കത്തില്ല എന്ന് മാത്രം പറയുന്ന, എല്ലാം പൊളിച്ചു നീക്കുന്ന ഒരു എന്താ പറയാ, വെട്ടിനേരത്തിലല്ല മോനെ, എല്ലാം ഇടിച്ചു പൊളിക്കുന്ന ഒരു സാധനല്ലേ JCB. ചിലരൊക്കെ അച്യുതാനന്ദനെ കുറിച്ച് JCB എന്ന് പറയാറുണ്ട്. ചില CPM-മാർക്കും ഇഷ്ടം ഞങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഒരു നിലപാടിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പം ഇമ്രാൻസിനോട് പെരുമാറിയിരിക്കുന്നത്. കാരണം വയനാട്ടിലെ വയനാട്ടിലും പോട്ടെ, ഇമ്രാൻ സാർ 4 ജില്ലകളിൽ ചികിത്സ നടത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ മാനസിക പദ്ധതി വെച്ചിട്ടാണ് 2007 തുടങ്ങിയ പദ്ധതിയാണ്. 5 വർഷം കഴിയുമ്പോൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞതാണ്. 2007, 5, 2012 മുഖ്യമന്ത്രി വന്നിട്ട് എത്ര വർഷമായി? ഈ കഴിഞ്ഞ 30-ാം തീയതി മുഖ്യമന്ത്രി സംസാരിച്ചു. വലിയൊരു സദ്യക്ക് പോയി, ഒരു കല്യാണത്തിന് പോയി, എല്ലാ ഭക്ഷണവും കഴിച്ചു. അപ്പൊ അവിടെ നിന്ന് പൂവമ്പഴം കിട്ടി. അവസാനം കല്യാണമൊക്കെ കഴിഞ്ഞ് മന്ത്രിയാണ് ആ മണ്ഡലത്തിൽ ആദിവാസികൾക്ക് 19 കൂട്ടം മെഡിസിൻ ഇന്ന് കിട്ടുന്നില്ല. അതായത് കല്യാണം മെഡിക്കൽ കോളേജിൽ കല്ലിട്ടു. വയനാട്ടിൽ കൽപ്പറ്റ SKMJ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഒരു കല്ലിട്ടു. മനസ്സിലാകുന്നുണ്ടോ സാറ്? അത്രേ ചെയ്തിട്ടുള്ളൂ. മുഖ്യമന്ത്രി വാഗ്ദാനം പ്രശ്നം നമ്മൾ തമാശയായി മറുപടി പറയേണ്ട വിഷയമല്ല, വളരെ ഗൗരവമാണ്. അത് തമാശയായി മറുപടി പറയേണ്ട വിഷയമല്ല, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സുഹൃത്തെ ഇംഹാൻസ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ലോകസഭാ അംഗം ഉൾപ്പെടെ കുറെ ഫ്ലെക്സ് ബോർഡ് വെച്ച വിഷയം ഉൾപ്പെടെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇവിടെ ഇംഹാൻസ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ വേണ്ടി സാധിക്കും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വരും, ഞങ്ങൾ ഇതിൽ ഇടപെടും, പ്രശ്നം പരിഹരിച്ചിരിക്കും. ഒരു മിനിറ്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് വരും, ഈ ആരോഗ്യ വകുപ്പ് ഏറ്റെടുക്കും എന്ന് പറയുമ്പോൾ എനിക്ക് ഭയമാണ്. കാരണം അവർ വലതുകാലിന് അസുഖം വന്നിട്ട് ഇടതുകാലം ഓപ്പറേറ്റ് ചെയ്തു തരാം. വലതുകാലിന് അസുഖമായിട്ട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമുക്കിപ്പോൾ ഈ ചർച്ച നിർത്തി എല്ലാവർക്കും ഒരു വണ്ടി സംഘടിപ്പിച്ചാൽ പോവാം. 2006 മുതൽ 2011 വരെ അതിന്റെ മുഖച്ഛായ ഇടതുപക്ഷ സർക്കാർ മാറ്റി. നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത്? നിങ്ങളിപ്പോൾ എന്താ അവിടെ ചെയ്യുന്നത്? അവിടെ കൃത്യമായി അവിടുത്തെ നീതി സ്റ്റോർ എന്താ പ്രവർത്തിക്കുന്നത്? നിങ്ങൾ HDC മെമ്പർ കൂടിയല്ലേ? അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? അവിടെ വേണ്ടത്ര ഡോക്ടർമാരുണ്ടോ? മെഡിക്കൽ കോളേജിൽ ഞാൻ ചോദിച്ചോട്ടെ, മെഡിക്കൽ കോളേജിന്റെ മുഖച്ഛായ ഇടതുപക്ഷ സർക്കാർ മാറ്റിയതല്ലേ? ഞങ്ങളുടെ കാലത്താണ് ഉണ്ടാക്കിയത്, ഈ ഗവൺമെന്റ് കാലത്താണ് ഉണ്ടാക്കിയത്. അവിടെ ലീനർ ക്യാൻസർ ആക്സലേറ്റർ 15 കോടി രൂപ ചെലവിൽ ക്യാൻസർ രോഗത്തിന് വിദഗ്ധ ചികിത്സ ലഭിക്കുമെന്നുറപ്പുള്ള ലീനർ ക്യാൻസർ നമുക്കൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ ബസ് വിളിക്കണ്ട, ഒരു ഓട്ടോറിക്ഷ കോട്ടപ്പുറം ആശുപത്രി പോവാം. മിനിഞ്ഞാന്നും ഇന്നലെയും 4 ദിവസമുള്ള വാർത്തകൾ തുടർച്ചയായി നിങ്ങൾ കണ്ടിരിക്കും. നിങ്ങൾ കോഴിക്കോട്ടിലെ ആളല്ലേ, വാർത്ത കണ്ടിട്ടില്ലേ? കോട്ടപ്പറമ്പ് ആശുപത്രിയെ തകർത്തു, മെഡിക്കൽ കോളേജിനെ തറവറ്റിച്ചു. ധർമാശുപത്രികൾ, സാധാരണക്കാരന്റെ ആശ്രയമായ ധർമാശുപത്രി പോകാൻ പറ്റുന്നില്ല. നിങ്ങൾ സ്വകാര്യ ആശുപത്രി ഉടമകൾക്ക് വേണ്ടി സർക്കാർ ആശുപത്രികളെ തറവറ്റിക്കുക നിങ്ങളുടെ നയം. DCC പ്രസിഡന്റ് അബുഖാനോടാണ്. കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇവിടെ ഏറ്റവും കൂടുതൽ തൊഴിൽ കിട്ടുന്ന ഒരു സ്ഥാപനമായിരുന്നു കോംട്രസ്റ്റ് നെയ്ത്ത് കമ്പനി. ആ നെയ്ത്ത് കമ്പനിയുടെ മുമ്പിൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കോഴിക്കോട്ടുള്ള മുഴുവൻ കോൺഗ്രസ്സുകാരും 24 മണിക്കൂർ നിരാഹാര സമരമായിരുന്നു, നിശാധർണ. അന്ന് അവർ പറഞ്ഞത്, ആ ഇലക്ഷൻ്റെ സമയത്ത് ഈ കോംട്രസ്റ്റ് കമ്പനി ഗവൺമെൻറ് ഏറ്റെടുക്കും, അതിന് ഇത്ര കോടി കൊടുക്കും എന്നാണ്. അതെന്തായി? രണ്ടാമത്തെ കാര്യം, കോഴിക്കോട് നഗരത്തിനകത്ത് നടന്ന വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് തൊണ്ടയാട് മേൽപ്പാലം തോമസ് ഐസക് പ്രഖ്യാപിച്ച പദ്ധതിയാണ്, അതിന് ഫണ്ട് വെച്ചിട്ടുണ്ട്, അതെന്തായിട്ടുണ്ട്? കോഴിക്കോട് സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പദ്ധതി ഉണ്ടായിരുന്നു, ഒരൊറ്റ റോഡ് പോലും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. രണ്ടാമത്, കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ്, ഇവിടുത്തെ സാഹിത്യ നായകന്മാർ ഉൾപ്പെടെ സമരത്തിനിരുന്നത് വെള്ളിമാട് കുന്ന് മാനാഞ്ചിറ റോഡാണ്. ഇതിനകത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പദ്ധതി പോലും, ഒരു ബസ് സ്റ്റോപ്പ് പോലും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ കോഴിക്കോട് നഗരത്തിന് കിട്ടിയിട്ടില്ല. എന്താണ് താങ്കളുടെ അഭിപ്രായം?
ഇവിടെ റോഡിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ സുഹൃത്താണ് DYFIൻ്റെ എൻ്റെ വളരെ അടുത്ത സ്നേഹിതനാണ്. അപ്പം ഞാനിത് പറയണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുക. ഇപ്പോൾ പൂളാടിക്കുന്ന് വെങ്ങളം വരെയുള്ള റോഡ് നാഷണൽ ഹൈവേ റോഡാണ്. കോഴിക്കോട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 45 മീറ്റർ വേണം നാഷണൽ ഹൈവേയിൽ റോഡ് ഏറ്റെടുക്കാൻ, സെൻട്രൽ ഗവൺമെൻറ് പണം ചെലവഴിക്കാൻ. പക്ഷേ 45 മീറ്റർ സ്ഥലം കിട്ടുന്നില്ല. അവസാനം 35 മീറ്ററിൽ ആ റോഡിൻ്റെ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്താൻ കേരള ഗവൺമെൻറ് തീരുമാനിച്ചു. അപ്പം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പണം ലഭിക്കില്ല. സംസ്ഥാന സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് 12 മാസം കൊണ്ട് പൂളാടിക്കുന്ന് മുതൽ വെങ്ങളം വരെ റോഡ് ഞങ്ങളുടെ കാലത്ത് നന്നാക്കിയിരിക്കുകയാണ്. കോഴിക്കോട് ഏറ്റവും വലിയ ഒരു മാറ്റമായി ഞാൻ അതിനെ കാണുകയാണ്. പിന്നീട് വെള്ളിമാടുകുന്ന് മാനഞ്ചർ റോഡ്, ആ റോഡിൻ്റെ കാര്യത്തിൽ എൻ്റെ വളരെ അടുത്ത സ്നേഹിതനായ 1-ാം നിയോജകമണ്ഡലം MLA ശ്രദ്ധിക്കുന്നില്ല എന്ന് അതിൻ്റെ ചെയർമാനായിട്ടുള്ള, പ്രസിഡൻ്റായിട്ടുള്ള, സാംസ്കാരിക നായകനായിട്ടുള്ള പിന്നെ ബഹുമാന്യനായ MGS നാരായണൻ ആരോപണം ഉന്നയിച്ചിരിക്കുക. ഈ ഗവൺമെൻറ് കഴിഞ്ഞ ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ ഓരോ ജില്ലയിലും ഒരു മെഗാ പ്രോജക്റ്റ് പ്രഖ്യാപിക്കുക. ഇവിടെ ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ പ്രഖ്യാപിച്ച മെഗാ പ്രോജക്റ്റ് മാനഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡാണ്. 100 കോടി രൂപ ഉടൻ അനുവദിച്ചു. ബഡ്ജറ്റൊന്നുമുള്ള സമയത്തല്ല, അല്ലാതെ തന്നെ അനുവദിച്ചു. 64 കോടി രൂപ അതിനുവേണ്ടി ലഭിച്ചു. ഇപ്പോൾ സ്ഥലമെല്ലാം ഏറ്റെടുക്കാനുള്ള എല്ലാ നടപടിയും പൂർത്തിയായി. സർക്കാരിൻ്റെ സ്ഥലങ്ങളൊക്കെ അതിന് വിട്ടുകൊടുത്തു. സിവിൽ സ്റ്റേഷൻ്റെ മതിൽ പൊളിച്ച് കെട്ടാനുള്ള 4 കോടി രൂപ കൊടുത്തു. അതുപോലെ സിറ്റിയിലെ റോഡ് ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ നഗരത്തിലെ റോഡുകൾ നന്നാക്കാൻ 40 കോടി രൂപ കൊടുത്തു. അതുപോലെ നമ്മുടെ ബീച്ചിലെ കോതിപ്പാലം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു തോട്ടി വാങ്ങാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. ഒരു അപ്രോച്ച് റോഡ് ഉണ്ടാക്കി ആ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. ഞങ്ങളുടെ ഗവൺമെൻറ് ആ റോഡ് സഞ്ചാരയോഗ്യം 1.5 ലക്ഷം ആളുകളാണ് ഉദ്ഘാടനത്തിന് വന്നത്. നിങ്ങൾ ഈ നഗരത്തിനൊന്നും ചെയ്യാത്തവരാണ്. അതുപോലെ നിങ്ങൾ ആ KSRTC ബസ് സ്റ്റാൻഡ് നോക്കൂ, നിങ്ങൾ പറയും അത് ഞങ്ങളുടെ കാലത്തുണ്ടായതാണ്. എല്ലാം ഇവരൊരു എട്ടുകാലി മമ്മൂഞ്ഞിയുടെ സ്വഭാവം. ഇപ്പം ഞാൻ പറയട്ടെ, ഈ 15 കോടി രൂപ നടക്കാവ് ഗവൺമെൻറ് സ്കൂളിന് കൊടുത്തത് PK ഫൈസല, വ്യവസായ പ്രമുഖനാണ്. അദ്ദേഹം 15 കോടി രൂപ കൊടുത്തു, സ്കൂളൊക്കെ നന്നാക്കി. നമ്മുടെ പ്രദീപ് കുമാർ ഒരു 3.5 ലക്ഷം അതിൻ്റെ ഒരു ഗേറ്റിന് കൊടുത്തു. പണ്ടൊരാളൊരു ക്ഷേത്രത്തിലേക്ക് ഒരു ആനനെ നടയിരുത്താൻ നേർച്ച അറിഞ്ഞു. അങ്ങനെ ഒരു ബാബുവിനാണ് ആനനെ കൊണ്ടുപോയി കൊടുക്കാൻ ഏൽപ്പിച്ചത്. ബാബു പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ വക ആനൻ്റെ കഴുത്തിൽ ഒരു മണി കെട്ടിയാൽ കൊള്ളാമെന്ന്. അധികാരികൾ സമ്മതിച്ചു. അവസാനം ആനൻ്റെ കഴുത്ത് കെട്ടിയ മണിയിൽ ബാബു വക എന്ന് എഴുതി വെച്ചളഞ്ഞു. എന്നിട്ട് ആന അങ്ങനെ നടക്കുമ്പോൾ മണി കുലുങ്ങുമ്പോൾ ബാബു വക എന്ന് കാണുക. നടക്കാവ് സ്കൂളിൻ്റെ മുമ്പ് കൂടെ പോകുമ്പോൾ പ്രദീപകുമാർ ഉണ്ടാക്കിയ നാളെ തെറ്റിദ്ധരിക്കുക. 15 കോടി രൂപ കൊടുത്തത് ഫൈസലാണ്. ഇവരൊന്നും ചെയ്തിട്ടില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് വളരെ ബോധപൂർവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കാൻ വേണ്ടി ഇദ്ദേഹം നടത്തുന്ന പ്രവർത്തനമാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ കോഴിക്കോട് നഗരത്തിലെ MLA പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് ഇദ്ദേഹം ഇവിടെ മാത്രം പറഞ്ഞാൽ പോരാ, വേണം വണ്ടീൻ്റെ ചിലവ് ഞങ്ങൾ എടുക്കാം, ഈ ജില്ലയിലാകെ ഒന്ന് നടന്ന് പ്രസംഗിച്ചാൽ വളരെ സന്തോഷം. അതിൽ ഞാൻ പറയാം, മലയാള മനോരമ ദിനപത്രത്തിൻ്റെ, മാതൃഭൂമി ദിനപത്രത്തിൻ്റെ മുഖപ്രസംഗം കേരളത്തിലെ 139 മണ്ഡലങ്ങളിലും മാതൃകയാക്കാവുന്ന വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടലാണ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ്, കാരപ്പറമ്പ്, നടക്കാവ് സ്കൂൾ ഉൾപ്പെടെയുള്ള സ്കൂളുകൾ നടത്തിയിട്ടുള്ളത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനിയുള്ള ചർച്ചയിൽ എൻ്റെ സമയം കൂടി പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിന് കൊടുത്തേക്കും. അത് ഞങ്ങളെ സംബന്ധിച്ചോളം സൗകര്യമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റിയെന്ന് അദ്ദേഹം പറയുമ്പോൾ ചില വാഗ്ദാനങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. അത് സരിതയ്ക്ക് കൊടുത്താലും, ജോപ്പിന് കൊടുത്താലും, ജിക്കുമോന് കൊടുത്താലും, അതേപോലെ നമ്മുടെ ഭൂമി മറ്റുള്ള കുത്തക കമ്പനിക്ക് വിട്ടുകൊടുത്താലും. ഈ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ ഒരൊറ്റ ചോദ്യമാണ്. നമ്മുടെ 2 ദിവസം മുമ്പത്തെ ചാനലിൻ്റെ ചർച്ചയിൽ കണ്ടതാണ്, ഈ വരുന്ന വിഷുവിന് പാവപ്പെട്ട നെൽകർഷകർക്കുള്ള കൊടുക്കാനുള്ള 300 കോടി രൂപ വിഷു കൈനീട്ടമായി കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി വിഷു കഴിഞ്ഞിട്ട് ഇന്ന് 2 ആഴ്ച പിന്നിടുമ്പോൾ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഇനി അതിനും പബ്ലിക് വായിലിട്ട പോലെ ബബ എന്ന് പറയുകയാണെങ്കിൽ മറുപടി ഒന്നുമില്ല. കർഷകരുടെ സ്വാഭാവികമായിട്ട് രാവിലെ എഴുന്നേറ്റാൽ രാമനാമം ജപിക്കുന്നതിന് പകരം ചിലർക്ക് സരിത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്തൊരു അതായത് അതിപ്പോ ഞാൻ ഇവർക്കിത് പറഞ്ഞുകൊണ്ടിരിക്കണം. ദേഹത്ത്, അതായത് ജനങ്ങളെ മുമ്പിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാത്ത ഒരു സ്ത്രീ, എല്ലാം ജനങ്ങളെ തുറന്നു കാണിക്കുന്ന ഒരു സ്ത്രീ, 10, 31, 51 ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരു സ്ത്രീ. ആ സ്ത്രീയെ തലയിലേറ്റി അവർ പറയുന്നത് വേദവാക്യമെടുത്ത് അവരെ വെച്ച് ഈ ഇലക്ഷൻ ജയിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ക്ഷേമ പെൻഷനെ കുറിച്ച് പറഞ്ഞു. സർക്കാർ ശമ്പളം വാങ്ങുന്നത് പോലെയാണ് ഇപ്പോൾ പെൻഷൻ നേരെ വരെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. എല്ലാ പെൻഷനും വർദ്ധിപ്പിച്ചു.
ആർക്കെങ്കിലും ഒരാൾക്ക് കേരളത്തിൽ പെൻഷൻ കുടിശ്ശികയായി നിൽക്കുന്നുവെങ്കിൽ ആ കുടിശ്ശിക കൂടി കൊടുത്തു തീർത്തതിന് ശേഷം മാത്രമേ ഞാൻ ശമ്പളം വാങ്ങിക്കുള്ളൂ എന്ന് പറയുവാനുള്ള ആർജവം കാണിച്ച ഒരു ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്. മുഖ്യമന്ത്രി കുറെ കാലമായി ശമ്പളം വാങ്ങുന്നില്ല. അദ്ദേഹത്തിന് ശമ്പളത്തിന് ആവശ്യമില്ല. കിമ്പളം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പാവപ്പെട്ട പെൻഷൻ കിട്ടേണ്ട ആളുകൾ ആക്ഷേപിക്കരുത്. പെൻഷൻ കുടിശ്ശിക, ക്ഷേമ പെൻഷനുകൾ പോലും പെൻഷൻ ഒരു പൈസ പോലും ഇവിടെ കുടിശ്ശികയായി നിൽക്കുന്നില്ല. നമുക്ക് കണ്ണൂർ എയർപോർട്ട് തന്നെ എടുക്കാൻ 1996 ശ്രീ ദേവഗൌഡ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് കൂത്തുപറമ്പിൽ ജനിച്ച് വളർന്ന് ബാംഗ്ലൂർ സ്ഥിരതാമസമായിട്ടുള്ള CM ഇബ്രാഹിം സിവിൽ ഏവിയേഷൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് VK നായനാർ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് LDF എടുത്ത തീരുമാനപ്രകാരം അനുമതി വാങ്ങിയല്ലേ അവിടെ ഉണ്ടായത്. എന്നാൽ ഡിഫൻസ് സർവീസിൽ 24 വർഷം സർവീസ് ചെയ്ത ആളാണ് ഞാൻ. അവിടെ യാതൊരു റൺവേൻ്റെ ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഒരു പ്ലെയിൻ അവിടെ ഇറക്കുക എന്ന് പറഞ്ഞാൽ ഇനിയും യാത്രാവിമാനം എന്തുകൊണ്ട് 200-300 ആളുകൾ കയറാൻ പറ്റുന്ന യാത്രാവിമാനം അവിടെ ഇറക്കാൻ പറ്റിയില്ല. ഇനിയും അത്തരത്തിലുള്ളൊരു യാത്രാവിമാനം ഇറങ്ങണമെങ്കിൽ 5 വർഷമെങ്കിലും അതിൻ്റെ പരിപാടിയുമായിട്ട് പ്രവർത്തനമായി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നടക്കൂ എന്നാണ് തോന്നുന്നത്. അതിന് എന്താണ് മറുപടി DCC പ്രസിഡന്റ് പറയാനുള്ളത്? അതിൻ്റെ കൂടെ തന്നെ ഒരു ചോദ്യം കൂടെ. നേരത്തെ DCC പ്രസിഡന്റ് പറഞ്ഞു 13-ൽ 9 സീറ്റ് ഞങ്ങൾ എടുക്കാൻ പോവുക. അതൊരു മുൻകൂർ ജാമ്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതായത് 10-3 ഇപ്പോൾ തിരുവമ്പാടിയും കൊടുവള്ളിയും കോഴിക്കോട് സൗത്തും LDF ജയിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പാണ് DCC പ്രസിഡന്റ് പറഞ്ഞത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഒന്നിനൊന്ന് മികവ് കാട്ടിയത്. അപ്പോൾ കുന്നമംഗലത്തെ സ്ഥാനാർത്ഥി സിദ്ദിഖ് DCC പ്രസിഡന്റിനേക്കാൾ കൂടുതൽ മികവുള്ളത് കണ്ടോ? അവസാന സമയം ആ ലിസ്റ്റിൽ നിന്നും DCC പ്രസിഡന്റ് പേര് മാറ്റപ്പെട്ടത് എന്തുകൊണ്ടാണോ ഒരു സംശയം കൂടി ഉണ്ട്. ഹലോ, എന്നോട് ചോദിച്ചൊരു പെൻഷന്റെ ഒരൊറ്റ കാര്യം കൂടി അബുക്ക പെൻഷന്റെ കാര്യം പ്രകീർത്തിച്ച് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഡിവിഷനിലുള്ള ഒരാൾക്ക് നിങ്ങളെ കുടിശ്ശികയായിരുന്ന പിന്നെ ചെക്ക് കൊടുത്തു. ചെക്കിന് ബാങ്കിൽ പോയ സമയത്ത് അതിൽ പൈസ ഇല്ല. ഇത് ആരോട് പറയും? പാവപ്പെട്ട ജനങ്ങൾ ഈ ചെക്കും കൊണ്ട് പിന്നെ ബാങ്കിൽ പോകുന്ന സമയത്ത് അത് ചെക്കിൽ പൈസ ഇല്ലാത്തൊരവസ്ഥയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ, കള്ളച്ചെക്ക് കൊടുത്തുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു രീതിയാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാരുത്തരം പറയും? ഇങ്ങേരിപ്പോ കേരളത്തിൽ ദേവഗൌഡ പല കാര്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പണ്ട് അങ്ങേരെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അങ്ങേരെ പ്രൈം മിനിസ്റ്ററായ ആ നാളത്തെ ഭരണത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ ദേവഗൌഡ പ്രൈം മിനിസ്റ്ററായ സമയത്ത് അപ്പൊ പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയതാണ് കേരളം എന്നൊരു ഐതിഹ്യമല്ലേ. അതുപോലെയൊക്കെ ആ കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. പിന്നെ സിദ്ദീഖിന്റെ സ്ഥാനാർത്ഥിത്വം, ഞങ്ങൾ ഈ ചെറുപ്പക്കാർക്ക് സീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്ര ശതമാനം ചെറുപ്പക്കാർക്ക് സീറ്റ് കൊടുക്കണം, അത് ഞങ്ങളുടെ പാർട്ടിയുടെ നയമാണ്. അപ്പോൾ സിദ്ദീഖ് എന്ന് പറയുന്ന എന്നെക്കാൾ എത്രയോ ചെറുപ്പക്കാരനെ ഒരാളെ കുന്നമംഗലത്ത് വിജയസാധ്യത അദ്ദേഹത്തിന് കൂടുതലാണ് എന്ന് മനസ്സിലാക്കി പാർട്ടി ലീഡർഷിപ്പ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു. അതിൻ്റെ അർത്ഥം ഞാൻ മോശക്കാരനെന്നല്ല. ഇപ്പം ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. 3 തവണ ഭരത് നേടിയ നടനാണ് മമ്മൂട്ടി. പക്ഷെ മമ്മൂട്ടിയെ വെച്ച് ഇപ്പൊ ചാർലിയിൽ ദുൽഖർ ചെയ്ത വേഷം മമ്മൂട്ടിക്ക് പറ്റുമോ? പറ്റില്ല. അപ്പൊ അതുപോലെ ഇപ്പൊ കുന്നമംഗലം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിൽക്കാൻ ഏറ്റവും സുരേഷിന്റെ നാടാണ്. സുരേഷ് കുന്നമംഗലത്തേരനാ. ഹലോ, KC അബു സാഹിബിനോടാണ്. നിങ്ങൾ ജനങ്ങളെ വല്ലാണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഒന്നായിട്ട് ക്യാമ്പയിൻ ചെയ്തിട്ട് നിങ്ങളെ UDF കംപ്ലീറ്റ് ക്യാമ്പയിൻ ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടാണ്. അത് ഒന്നും അറിയാത്ത ആളുകളൊക്കെ ഈ ഭൂമിയിൽ ഇല്ല. നിങ്ങൾ വിചാരിക്കണം നമ്മൾ അറിയുന്നവരാണ്. നിങ്ങൾ ഗീബൽസിന്റെ പരിപാടി എടുക്കരുത്, തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഭരിക്കാന്നുള്ളത്. മനസ്സിലായില്ലേ? 1952 45% വോട്ട് നിങ്ങൾക്ക് കിട്ടിക്കണ്. 45% വോട്ട്. ഹലോ, ഇത് കേക്ക് മറുപടി പറയണം. 45% വോട്ട് കിട്ടി. 364 സീറ്റ് നിങ്ങൾക്ക് കിട്ടി. കോൺഗ്രസിന് മഹിമ പറഞ്ഞല്ലോ നിങ്ങള്. മൊറാർജി ദേശായി വരാനുള്ള കാരണം എന്തായിരുന്നു? നിങ്ങൾ കൊന്നൊടക്കിയിട്ടല്ല, തുർക്കമാൻ ഗേറ്റിൽ കൊന്നൊടക്കിയിട്ടില്ല. ഇന്ത്യയിൽ ജനാധിപത്യം ഉള്ളതുകൊണ്ട് പാർട്ടികൾ മാറി മാറി വരും. അതാണല്ലോ ജനാധിപത്യം ഉള്ളതുകൊണ്ട്. ഇലക്ഷൻ ജനാധിപത്യ ഭരണക്രമത്തിൽ കാലാകാലം ഒരു കക്ഷിക്ക് ഭരിക്കാൻ ഒക്കില്ല. ഇപ്പൊ ഞങ്ങള് ഇത്രയും വർഷം നിങ്ങൾ മാറി മാറി UDF-ഉം LDF-ഉം ഭരിച്ചു. പക്ഷേ ഞാനൊരു അടിസ്ഥാന ആവശ്യമാണ് ചോദിക്കുന്നത്. നിങ്ങൾ വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ കൊണ്ടുവരുന്നു പറയുന്നുണ്ട്. പുരുഷന്മാർക്ക് അപ്സര ടീറിൻ്റെ ബാക്കിലും പാളയ മാർക്കറ്റിലും ടോയ്ലറ്റ് കണ്ടെത്താം.
ഞങ്ങളെപ്പോലുള്ള പെൺകുട്ടികൾ എവിടെയാണ് ടോയ്ലറ്റ് കണ്ടെത്തേണ്ടത്? അത് മുഹമ്മദ് റിയാസ് അതിനൊരു മറുപടി 40 വർഷമായിട്ട് നിങ്ങൾ കോർപ്പറേഷൻ അവർക്കൊരു മൂത്രപ്പുരെങ്കിലും ഉണ്ടായി കൊടുക്കും. പിന്നെ എടുത്ത് സൂചിപ്പിക്കുന്നത് മാനാഞ്ചിറ പാർക്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ടോയ്ലറ്റ് എന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ മാനാഞ്ചിറ പാർക്ക് ഓപ്പൺ കോൺഗ്രസിനെ ഉമ്മൻചാണ്ടിനെ കുറ്റം പറയുന്നത് 2 മണി വരെ ബാത്റൂമിൽ പോവാൻ വേണ്ടിയിട്ട് മാനാഞ്ചിറ പാർക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ട ഗതികളാണോ ഞങ്ങൾക്ക്? അത് തമാശയായിട്ട് എടുക്കാൻ പാടില്ല. കാരണം ഞാൻ 40 വർഷം കോഴിക്കോട് കോർപ്പറേഷൻ ഭരിച്ചു. സ്ത്രീയായ വനിതയായ എൻ്റെ ഗുരുനാഥ കൂടിയായ പ്രേംജ ടീച്ചർ 2 തവണ മേയറായി, പത്മാവതി മേയറായി. അവർക്ക് പോലും ഇതിന്റെ ഒരു ഗൗരവം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ വിഷയം ആ ചോദ്യം അല്ല, ആ ചോദ്യത്തെ നമ്മൾ അങ്ങനെ വളച്ചൊടിച്ച് പോകേണ്ട വിഷയമല്ല. അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കേണ്ട വിഷയമാണ്. ആ ചോദ്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് അതിലൊരു റോളും ഇല്ല, കേരളത്തിലാകെ പ്രശ്നമില്ല, കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രമുള്ള ഒരു പ്രത്യേക പ്രതിഭാസമാണെന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്നതിന് പകരം ആ ചോദ്യത്തിൻ്റെ പോസിറ്റീവ് സൈഡ് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കൂട്ടായ ശ്രമം നടത്തണം. അല്ല, ഈ പദ്ധതിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ പദ്ധതി ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുന്ന ഭരണകൂടം, നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഭരണകൂടം, സ്വച്ഛ് ഭാരത് പദ്ധതിയിലൂടെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ടോയ്ലറ്റ് സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളും പെൺകുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി വീടുകളിലും അതേപോലെ തന്നെ പുറത്തും ആ സംവിധാനങ്ങൾ തുടങ്ങണമെന്നാവശ്യപ്പെട്ട് റെയിൽവേയിലെ വിഷയം പരിഹരിക്കാതെ ഒറ്റയടിക്ക് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണോ റെയിൽവേയിലുള്ളത്? അല്ല, ഓരോ വിഷയങ്ങളും പരിഹരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് BJP-യുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നിട്ട് നരേന്ദ്രമോദി ഉലകം ചുറ്റും വാലിബനായി നടക്കുക. സുരേഷേ, അദ്ദേഹം ഇന്ത്യയിലില്ല, പ്രവാസി പ്രൈം മിനിസ്റ്ററാ. അല്ല, ഞാൻ നരേന്ദ്രമോദി ഉലകം ചുറ്റുന്ന പ്രധാനമന്ത്രി അല്ല, നരേന്ദ്രമോദി ഉലകം ചുറ്റുന്ന പ്രധാനമന്ത്രിയാണെങ്കിൽ നിങ്ങൾ ഈ രാഹുൽ ഗാന്ധി എന്തിനാ ആരോടും പറയാതെ ഇടയ്ക്ക് മുങ്ങിക്കാളുന്നത്? അതെന്താ ഇടപാടെന്നൊന്നും കൂടി പറഞ്ഞാളി. അതേപോലെ ഈ നരേന്ദ്രമോദിയെ കുറിച്ച് KC അബുസാഹിബ് പറഞ്ഞതൊന്ന് KM ഷാജി കൂടി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. അദ്ദേഹം നരേന്ദ്രമോദി ഏറ്റവും വലിയ മഹാനാണ്, ഗുജറാത്ത് വംശീയത്തിൽ ഒരു പങ്കുമില്ല എന്നൊക്കെ പറയുന്ന KM ഷാജി, നിങ്ങളെ സുഹൃത്തുണ്ടല്ലോ, അഴീക്കോട് MLA, അദ്ദേഹത്തിന് കൂടി ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. അല്ല, അത് KM ഷാജി പറഞ്ഞതാണല്ലോ ശരി. അബുക്കായ്ക്ക് അത് പറയാൻ വേണ്ടി സാധിക്കില്ലല്ലോ. പ്രതിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ മുഹമ്മദ് റിയാസേ. മനോഹരമായിട്ടുള്ള ഒരു പ്രകടന പത്രിക UDF പുറത്തിറക്കിയല്ലോ. ഒരുപാട് മനോഹാരിതകളുള്ള പ്രകടന പത്രികയാണ്. 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് സൈക്കിൾ ഉണ്ട്, ഒരുപാട് തൊഴിലില്ലാത്ത ആളുകൾക്ക് തൊഴിലുണ്ട്, ശരിയല്ലേ? തൊഴിലില്ലാത്ത ആളുകൾക്ക് തൊഴിൽ, 2 മിനിറ്റ്. തൊഴിലില്ലാത്ത ആളുകൾക്ക് തൊഴിൽ കൊടുക്കും, വീടില്ലാത്ത ആളുകൾക്ക് വീട്, വെള്ളം. 2011 പ്രകടന പത്രികയിലും നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇതേ കാര്യമാണ്. തൊഴിലില്ലാത്ത ആളുകൾക്ക് തൊഴിൽ കൊടുക്കും. അങ്ങനെ നിങ്ങൾ പറഞ്ഞത് പ്രാവർത്തികമായിട്ടുണ്ട് എങ്കിൽ, നിങ്ങളുടെ വികസനം നന്നായിട്ടുണ്ട് എങ്കിൽ 2016 പ്രകടന പത്രികയിൽ ഈ ഒരു വാക്ക് വരാൻ പാടില്ല. ആയിട്ടില്ല. കുടിവെള്ള പ്രശ്നം പരിഹരിക്കും, എല്ലാ വീടുകൾക്കകത്തും പൈപ്പ് എത്തിക്കും എന്നുള്ളതാണ് 2011 പ്രകടന പത്രികകത്ത് പറഞ്ഞിട്ടുള്ളത്. 2016 പ്രകടന പത്രികകത്ത് വീണ്ടും അതേ വാക്ക് ആവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ തൊഴിലിന്റെ വിഷയത്തിനകത്ത് യാതൊരു വിധത്തിലുള്ള പുതിയ ഇടപെടലും നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സർക്കാർ സർവീസുകൾക്കകത്ത് ഉള്ള ഒഴിവുകൾ പോലും നികത്താൻ കഴിയാത്ത ഗവൺമെന്റാണ്. നിങ്ങൾ ആരുടെ വികസനത്തെ കുറിച്ചാണ് പറയുന്നത്? നിങ്ങൾ ഇപ്പൊ ചെറിയൊരു ഭേദഗതി വരുത്തിയത് എന്താ വെച്ചാൽ 10ാം ക്ലാസ് കൊടുക്കുന്നു പറഞ്ഞ സൈക്കിൾ 8ാം ക്ലാസ് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ചോദിക്കാനുള്ളത്, സ്കൂളിലെ കുട്ടിക്ക് പുസ്തകം കൊടുക്കാത്ത നിങ്ങൾ എന്ത് സൈക്കിൾ കൊടുത്തിട്ട് എന്ത് കാര്യം എന്നുള്ള? അതായത് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കില്ല എന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. പണ്ടൊരു ഇലക്ഷനിൽ പ്രകടന പത്രികയിൽ പ്രതിവർഷം 10 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ഭരണം കിട്ടിയപ്പോൾ ഇടതുപക്ഷക്കാർ പറഞ്ഞത് അച്ചടിയിൽ അറിയാതെ വന്നു പോയ ഒരു അബദ്ധമാണ്, ചെറിയൊരു മിസ്റ്റേക്കാണ്, ഞങ്ങൾ 10 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്നല്ല പറഞ്ഞതെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഇലക്ഷനിൽ നൽകിയ വാഗ്ദാനം നിറവേറ്റിയിട്ടുള്ള കഴിഞ്ഞ പ്രകടന പത്രികയിൽ അതെങ്ങനെ ആവർത്തിക്കപ്പെട്ടെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പത്രികയിൽ 1 രൂപ കരി അത് ഞങ്ങൾ ചെയ്തു. അന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം LDF-ന്റെ ഇന്നലത്തെ പത്രത്തിൽ അതെങ്ങനെയാണ് ആവർത്തിക്കപ്പെട്ടത്? 5 വർഷം ഭരിച്ചു. രണ്ടിന്റെയും ആ പത്രം LDF മുൻകാല പ്രകടന പത്രികയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ഇത്തവണയും പ്രകടന പത്രികയിൽ പറഞ്ഞു എന്ന് പത്രം എഴുതി. അതുപോലെ UDF കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം
പൂർണ്ണതയിൽ എത്തിക്കാൻ അതിലൊരു പെശകുണ്ട്. 2011 LDF പ്രകടന പത്രിക അവതരിപ്പിച്ചു, UDF അവതരിപ്പിച്ചു, തെരഞ്ഞെടുപ്പ് നേരിട്ടു. UDF ഭരണത്തിൽ വന്നാൽ UDFന്റെ പ്രകടന പത്രിക നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം UDFനാണ്, LDFനല്ല. അത് നടപ്പിലാക്കിയില്ല. അപ്പൊ LDFന്റെ പ്രകടന പത്രികയിലുള്ളത് ചിലപ്പോൾ UDF നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി 2016 പ്രകടന പത്രികയിൽ വന്നേക്കാം. പക്ഷെ UDFന്റെ പ്രകടന പത്രികയിലുള്ളത് 5 കൊല്ലം അതേപോലെ എന്ത് ന്യായം? നിങ്ങൾ പണ്ട് അധികാരത്തിൽ വന്ന സമയത്ത് പറഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഈ വർഷത്തെ പ്രകടന പത്രികയിലും പറഞ്ഞിരിക്കുകയാണ്. പത്രം എഴുതിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെയാണോ UDF ആ പ്രകടന പത്രിക ആവർത്തിച്ചത്? UDF പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം ഇപ്പൊ ഇവിടെ പറഞ്ഞു. നിയമനം 1,46,000 പേർക്ക് PSCയിലൂടെ നിയമനം കൊടുത്തിട്ടുണ്ട് ഈ ഗവൺമെന്റ്. എന്താ നിങ്ങൾ പറയുന്നത്? PSC നിയമനം. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ കഴിഞ്ഞ പ്രകടന പത്രികയിൽ IT മേഖലയിൽ 5 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. 5 ലക്ഷം പേർക്ക് യുവജനങ്ങൾക്ക് IT മേഖലയിൽ തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു 5,000 ആൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നില്ല. മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ കോൺഗ്രസും BJP ആയിട്ടുള്ള പണ്ടേ പറയുന്ന ഒരു അവിശുദ്ധ ബന്ധം ഇന്ന് ഒരു പത്രത്തിൽ ഒരു മുസ്ലിം ലീഗിന്റെ BJPയും കോൺഗ്രസും തമ്മിലല്ല ബന്ധം. എന്നോടല്ല ചോദ്യം. മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ദിവസവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം പശ്ചിമ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള BJP സ്ഥാനാർത്ഥി എവിടെ? ശ്രീശാന്ത് എവിടെ? നിങ്ങളുടെ പല BJP സ്ഥാനാർത്ഥിമാരെയും കാണാനില്ല. അവിടെ കോൺഗ്രസിന് വേണ്ടി വോട്ട് കച്ചവടം തിരിച്ച് മഞ്ചേശ്വരം, നേമം പോലുള്ള മണ്ഡലങ്ങളിൽ BJPയെ വിജയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. ഇത് ശരിവെക്കുന്ന രീതിയിലേക്കാണ് മുൻകാല ചരിത്രം. നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഹരിപ്പാട്ട് നിങ്ങളെ സ്ഥാനാർത്ഥിയെ മാറ്റി രമേശ് ചെന്നിത്തലക്കെതിരെ ഹരിപ്പാട്ട് നിർത്തിയ VV രാജേഷിനെ നിങ്ങൾ മാറ്റാൻ കാരണം എന്താ? ഇതൊക്കെ ജനത്തിനുള്ള സംശയമാണ്. ഒരു സംശയം വേണ്ട. കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞത് മഞ്ചേശ്വരത്ത് എടുത്തിട്ടുള്ള നിലപാട് ഞങ്ങൾ കേരളത്തിൽ മുഴുവൻ എടുക്കും. എന്താ മഞ്ചേശ്വരത്തെ നിലപാട്? മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് നിലപാട്. ആ നിലപാട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എടുക്കുമെന്ന് പറഞ്ഞാൽ BJPക്കെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ലീഗും ഉൾപ്പെടെയുള്ള കക്ഷികൾ BJP സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരുമിച്ച് ചേരുന്നു എന്നുള്ളതാണ് കേരളത്തിലെ RSS തലവൻ മാധവൻകുട്ടിക്ക് വേണ്ടി ബേപ്പൂരിൽ വോട്ട് ചോദിച്ച പാരമ്പര്യം നിങ്ങൾ മറന്നുകൊണ്ടാ. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാനാണല്ലോ മറുപടി പറയണ്ടേ? എന്നോട് ചോദിച്ച ചോദ്യം മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ ഇവിടെ കോൺഗ്രസും BJP ആയിട്ടുള്ള ബന്ധം ഇവിടെ വയനാട് നിയോജകമണ്ഡലത്തിലെ ഒരു മുസ്ലിം ലീഗുകാർ പ്രതിഷേധമായിട്ട് പറ്റിച്ച ഒരു പോസ്റ്റർ എന്നൊരു പത്രത്തിൽ കണ്ട് കൈപ്പത്തിന്റെ മുകളിൽ ഒരു താമരന്റെ ചിഹ്നം കൊടുത്തിരുന്നത്. ഇവിടെ കുളത്തിൽ വന്നുള്ള താമര വിരിയാണ് കൈപ്പത്തിന്റെ ഉള്ളിൽ തന്നെ വിരിയുള്ളത്. അത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ സ്ഥാനാർത്ഥിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ലീഗും ഒരുമിച്ച് ചേർന്നു എന്നുള്ളത് മറക്കാൻ കഴിയോ? 3 മാസമായിട്ടേ ഉള്ളൂ. CPM-ഉം BJP-യും സഖ്യമുണ്ടെന്ന് ചെറിയ കുട്ടികൾ പോലും ഇവിടെ വിശ്വസിക്കില്ല. വളരെ ഗൗരവമാണ് അബുസാഹിബ്. ഡോക്ടർ മാധവൻകുട്ടിക്ക് മാത്രമല്ല എന്നോട് ചോദിച്ചാൽ മറുപടി. കോൺഗ്രസിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും വീടും ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചും അങ്ങനെ പറഞ്ഞ ആളുകള് ഇന്ന് ഗതി കിട്ടാതിരുന്നിട്ട് ഗതികെട്ടാൽ പുലി പുല്ലും തിന്നുമെന്ന് പറയുന്ന പോലെ കോൺഗ്രസിന്റെ ചിറകിനടിയിൽ അഭയം തേടേണ്ട സ്ഥിതി എന്റെ സുഹൃത്തെ വെസ്റ്റ് ബംഗാളിൽ
നാളെ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ എപ്പോഴും ഞങ്ങളോട് ബംഗാൾ ആവർത്തിക്കും എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തുന്ന CPM-കാരോട് പറയട്ടെ, കേരളത്തിൽ ബംഗാൾ ആവർത്തിക്കാൻ പോവുകയാണ്. ഈ രീതിയിൽ പോയാൽ 5 വർഷം കഴിഞ്ഞാൽ റിയാസും ഞാനും ഒരുമിച്ച് ഒരേ പ്ലാറ്റ്ഫോമിൽ റിയാസ് എനിക്ക് വോട്ട് ചെയ്യാൻ പറയും. ഈ സാഹചര്യം വരാൻ പോവുകയാണ്. ഇത് അരുവിക്കരയിൽ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ ഉമ്മൻചാണ്ടി പറ്റിയ നമ്പറാണ്. BJP 2ാം സ്ഥാനത്ത് വരുന്നു എന്ന് പറഞ്ഞു പറ്റിയ നമ്പർ. ഞാൻ പറയട്ടെ, ബംഗാളിലെ എടുക്കാലോ. ബംഗാളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്ന CPIM അതിൻ്റെ പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിച്ചു BJP പ്രധാനപ്പെട്ട വിപത്താണ്. ആ BJP എന്ന പ്രധാനപ്പെട്ട വിപത്തായി കാണുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. മനുഷ്യനെ പൗരാവകാശം ലംഘിച്ച് എന്ത് ഭക്ഷിക്കണം, ഏത് സംഗീതം കേൾക്കണം എന്നുള്ളത് നിഷേധിച്ച് ആളെ ശരിപ്പെടുത്തുക, പിന്നോക്ക വിഭാഗക്കാരെ ചുട്ടുകൊല്ലുക, ഇങ്ങനെയുള്ള പ്രവർത്തനം നടത്തുന്ന BJP വിപത്താണ്. പക്ഷേ ഈ BJPയെ തറപറ്റിക്കാൻ കോൺഗ്രസുമായി സഖ്യം ഒരു തരത്തിലും പാടില്ല എന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചു. ഇനി 2, ബംഗാളിൻ്റെ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഇവരുടെ സ്വന്തം ആളായിരുന്നു. ഈ തൃണമൂൽ കോൺഗ്രസ് ജനാധിപത്യം നിഷേധിക്കുന്ന ആളുകളെ കൊലപ്പെടുത്തി. ഇന്ന് പത്രം വായിച്ചാൽ CPM-ൻ്റെ ഒരു പ്രവർത്തനം കൊലപ്പെടുത്തുന്നു. സ്ഥാനാർത്ഥി ആവുന്നവരെ കൊല്ലുന്നു, CPIM-ന് പ്രവർത്തിക്കുന്നവരെ കൊല്ലുന്നു, ജനാധിപത്യം നിഷേധിക്കുന്നു. അങ്ങനെയുള്ള തൃണമൂൽ കോൺഗ്രസിനെതിരെയുള്ള ശക്തമായ വികാരം അവിടെയുണ്ട്. ആ ജനവികാരത്തിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ അവിടെ രൂപപ്പെട്ടു. അത് CPIM-ൻ്റെ നയവുമായി ബന്ധപ്പെട്ടതല്ല. അത് പറയുമ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ കുറിച്ച് വിമർശിക്കാൻ എന്ത് അർഹത അദ്ദേഹത്തിനുള്ളത്? പിന്നെ കേരളത്തിൽ ഇദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ ഭാവിയിൽ ഇതാവും സ്ഥിതി. ഇത് മുൻകൂട്ടി കാണുകയാണ്. കോൺഗ്രസ് ഇതോടുകൂടി കേരളത്തിൽ നിന്ന് പോകും എന്ന തിരിച്ചറിവിന്റെ ഭാഗമാണ്. നിങ്ങൾ നയം മാറ്റാതെ നിങ്ങൾ നമ്മൾ കൂട്ടൂല, ഒരു സംശയമില്ല. നമുക്ക് പരിപാടി അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഏതായാലും ഇതുവരെയും സംസാരിച്ചത് കോഴിക്കോടിന്റെ ശബ്ദമാണ്. വികസനത്തിനൊപ്പം തന്നെ വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ, ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ തന്നെ വളരെ പ്രബുദ്ധരായ കോഴിക്കോട് ജില്ലക്കാർ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനെയൊക്കെ പരിഗണിച്ചുകൊണ്ടാകും വോട്ട് ചെയ്യുക എന്ന് വ്യക്തമാണ്. ഏതായാലും അടുത്ത ജില്ലയിലെ വിശേഷങ്ങളുമായി പടക്കളം വീണ്ടും നാളെ. ഗുഡ് ബൈ.